BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് 42ഓളം ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. പലയിടത്തും സമര അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ സംസ്ഥാനത്ത് ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് നമുക്കൊപ്പം ചേർന്നുകൊണ്ട് വിശദീകരിക്കുന്നു. പറയൂ ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന 52 സംഘടനകളാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. ആ ഹർത്താൽ ഇപ്പോൾ തുടരുകയാണ്. ഹർത്താൽ ജനജീവിതത്തെ സാരമായി തന്നെ പല സ്ഥലങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത്. വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ KSRTC ബസ്സുകൾ തടയുന്ന സ്ഥിതിയുണ്ടായി. ആ നിലയിലുള്ള സമരം ഇപ്പോഴും സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുവെന്നാണ് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ബസ് തടഞ്ഞ് സമരക്കാർ പ്ലക്കാർഡുകളുമായി റോഡ് ഉപരോധിച്ചു. കണിയാപുരത്ത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷം നടന്നു. അവിടെ കഴക്കൂട്ടത്ത് വലിയ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തമ്പാനൂരിൽ പ്രധാന റോഡ് സ്തംഭിച്ചിരിക്കുകയാണ്. ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞിട്ടതാണ് കാരണം. പോലീസ് പ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു. സർവീസ് നടത്തില്ലെന്ന ഉറപ്പിൽ ബസ്സുകൾ റോഡിൽ നിന്നും സ്റ്റാൻഡിനുള്ളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ റോഡ് സ്തംഭിച്ചതോടെ പല ബസ്സുകളും വഴിതിരിച്ചു വിട്ടു. കന്യാകുമാരി കളിയിക്കാവിള ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അട്ടക്കുളങ്ങര വഴി തിരിച്ചുവിടുകയായിരുന്നു. ആറ്റിങ്ങലിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. നെടുമങ്ങാട്ടും ബസ് തടഞ്ഞു. സമരാനുകൂലികൾ ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ല. പള്ളിപ്പുറത്ത് CRPF ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അവിടെ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന സ്ഥിതിയുണ്ടായി. 50ഓളം KSRTC ബസ്സുകൾ ഉൾപ്പെടെ അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ്, RCCയിലടക്കമുള്ള രോഗികൾ ഇതേ തുടർന്ന് പെരുവഴിയിലായി. തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ തുറന്ന കടകൾ അടപ്പിച്ചു. അവിടെ വാഹനങ്ങൾ തടയാനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ, KSRTC വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ സമരാനുകൂലികൾ, ഹർത്താൽ അനുകൂലികൾ സമ്മതിക്കുന്നില്ല. കാട്ടാക്കടയിലെ പെട്രോൾ പമ്പ് സമരാനുകൂലികൾ അടപ്പിച്ചു. ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബസ് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട അടൂരിൽ KSRTC സ്റ്റാൻഡിന് മുന്നിലായി ദളിത് സംഘടനകൾ നടത്തുന്ന ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് അവിടെയും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അടൂരിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ സമരക്കാർ തടഞ്ഞുവെന്ന വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്. കോട്ടയത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. MC റോഡിൽ തിരുനക്കരയിലാണ് വാഹനങ്ങൾ തടഞ്ഞത്. പോലീസ് എത്തി സമരക്കാരെ മാറ്റി. കോട്ടയത്തെ കേരള ബാങ്ക് ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. അതോടൊപ്പം തന്നെ അവിടെ തുറന്നു പ്രവർത്തിപ്പിച്ച റിലയൻസിന്റെ സ്മാർട്ട് ബസാറും അടപ്പിച്ചു. ഇടുക്കിയിൽ പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ അവിടെ തടയുന്നില്ല. ഇവിടെ തടഞ്ഞു വെച്ച് അല്പസമയത്തിനകം യാത്രാനുമതി നൽകുന്നുമുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടയുന്ന സ്ഥിതിയുണ്ടായി. വടക്കൻ പറവൂർ കച്ചേരിപ്പടിയിൽ വാഹനങ്ങൾ തടയുന്നു. അവിടെ KSRTC ബസ്സാണ് സമരക്കാർ തടയുന്നത്. പാലക്കാട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ പ്രതിഷേധിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിന് മുന്നിലായാണ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട്ട് ഹർത്താൽ അനുകൂലികൾ പേരാമ്പ്രയിൽ വാഹനങ്ങൾ തടഞ്ഞു. KSRTC ബസ്സുകൾ മാത്രം അവിടെ സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രൈവറ്റ് ബസ്സുകൾ തടഞ്ഞെങ്കിലും പിന്നീട് അത് യാത്ര തുടരുന്നതിന് അനുമതി നൽകി സമരാനുകൂലികൾ എന്ന വാർത്തയും വരുന്നുണ്ട്. ഉള്ളിയേരിയിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടയുന്നുണ്ട്. കണ്ണൂരിൽ സമരാനുകൂലികൾ അവിടെയും വാഹനങ്ങൾ തടയുന്നുണ്ട്. കാസർകോട്ടെ മലയോര മേഖലകളിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് വാഹനം തടയുന്നുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ വിവിധ സ്ഥലങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സുകൾ തടയുന്ന സ്ഥിതിയാണ്. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമൊക്കെ തങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വലിയ പ്രതിഷേധത്തിന് മുന്നിൽ ഇതിപ്പോൾ തുറക്കാൻ കഴിയുന്നില്ല എന്ന സ്ഥിതിയായിരിക്കുകയാണ്. ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും സംസ്ഥാനത്താകെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.